പകലിലെ കൊടും ചൂടിനൊപ്പം രാത്രിയിലെ തണുപ്പും അതിജീവിച്ചാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് സമരം. രാത്രിയിൽ 4-5 പേർ ഒരൊറ്റ പുതപ്പ് മൂടി ദുരിത സമരം നടത്തുമ്പോൾ സർക്കാർ പരിഗണിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. പല ജില്ലകളിൽ നിന്നായി ഗർഭിണികളും രോഗികളും വരെ സമരത്തിനായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വനിതാ CPO സമരത്തിന്റെ രാത്രി കാഴ്ചകളൊന്ന് കാണാം. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ ഉദ്യോഗാർത്ഥികൾ രാപകൽ സമരം നടത്തുന്ന ഒരു വിഷമം തോന്നുന്ന കാഴ്ചയാണ്. ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികൾ അവരുടെ ജോലിക്ക് വേണ്ടി വനിതാ CPO ലിസ്റ്റിൽ നിന്നും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഇവർ നടത്തുന്നത്. ഇവിടെ കാണാം. എന്താണ് ശരിക്ക് വലിയൊരു അവഗണനയാണോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? അതെ, ഞങ്ങൾ ലിസ്റ്റ് തീരാൻ ആകെ 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏപ്രിൽ 19-ന് ലിസ്റ്റ് കഴിയും. ഇനി 12 വർക്കിംഗ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ട ഒരു വാക്കൻസി തരും തന്നെയാണ് ഞങ്ങൾ ഇപ്പം. ടോട്ടല് 967 തസ്തികകൾ ലിസ്റ്റിൽ ഇത്ര പേരുണ്ട്. 967 ആളുകളുണ്ട്. അതിൽ എത്ര പേരെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്? 232 ഫ്രഷ് വാക്കൻസി മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ വന്നത്. ലിസ്റ്റിൻ്റെ ഒരു 30% പോലും വന്നിട്ടില്ല. ഒരു 60% വേണമെന്നുള്ള ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സർക്കാർ പരിഗണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും പരിഗണിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെ ഈ വളരെ 12 ദിവസം മാത്രം റിമൈനിങ് ഉള്ള സമയത്ത് നമ്മൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നെയാണ് നമുക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇപ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ട്. നിങ്ങളെയൊക്കെ പ്രായം എങ്ങനെ? ഇനിയിപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റൂലായിരിക്കും? അല്ല, എനിക്ക് ഏജ് ഓവറാണ്. എൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. എൻ്റെ ലാസ്റ്റ് എക്സാം ആണ്. ഇനി എഴുതാൻ കഴിയൂല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാനമായ 3 വർഷമാണ് ഞങ്ങൾ ലിസ്റ്റിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചത്. 2022 വലിയ തണുപ്പും ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ. അതെ, ഞങ്ങള് 11 മണി തൊട്ട് ഞങ്ങള് വെയിലും ചൂടും ഒക്കെ കൊണ്ട് ഇവിടെ കിടക്കാണ്. ഞങ്ങള് 4 പേരാണ് ഇപ്പൊ നിലവിൽ നിരാഹാരം. ഈ കിടക്കണ 4 പേര്. ഞങ്ങളിവിടെ എപ്പോഴാണ് വീണേ അതുവരെ കിടക്കാൻ തന്നെ തീരുമാനം. പിന്നീട് ഒരാൾ ഇടുക്കി, ഒരാൾ പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ പല 14 ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. കാരണം സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. സമരം തുടരും, തീർച്ചയായിട്ടും സമരം തുടരുമെന്നാണ്. ന്യായമായ ആവശ്യമാണ്. ഇവരുടെ 30% പോലും വേക്കൻസി ഇവരെ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടില്ല. ഒരു 60% അത് എടുക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ഉദ്യോഗാർത്ഥികൾ മുന്നിൽ വയ്ക്കുന്നത്. സർക്കാർ ഇവരുടെ ദുരിതം കണ്ടേ മതിയാകൂ, ഇവരുടെ ആവശ്യം പരിഗണിച്ചേ മതിയാവൂ. വലിയ ബുദ്ധിമുട്ടാണ്. നല്ല കൊതുകടിയുണ്ട്, തണുപ്പാണ്, പകലാണെങ്കിൽ വലിയ ചൂടുമാണ്. ആ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.